പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പ്രകാശന്റെ മുൻപിൽ. പ്രകാശൻ താലി കെട്ടിയതിനെ തുടർന്ന് ഇനി പ്രകാശന്റെ ജീവിതം തൻ്റെ കാൽ കീഴിലാകും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ലക്ഷ്മി. മാത്രവുമല്ല, ഇനി ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്ന ലക്ഷ്മി, കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ നടന്നില്ല എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശൻ എതിർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രകാശൻ എതിർക്കുകയാണ് എങ്കിൽ പ്രകാശന് വരുന്ന ഭീമമായ നഷ്ടം എത്രയാണ് എന്നുള്ള കാര്യം പ്രകാശൻ മറന്നോ എന്ന് കാർത്തിക ചോദിക്കുന്നു. ഇതോടെ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ എന്നും എന്നെ പൊട്ടൻ കളിപ്പിക്കുകയായിരുന്നല്ലേ എന്നും ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോഴാണോ അത് പ്രകാശന് മനസ്സിലായത് എന്ന് കാർത്തിക ചോദിക്കുകയും, എൻ്റെ അമ്മയെ ചതിച്ച നിങ്ങളോട് എനിക്ക് വെറുപ്പ് മാത്രമാണ് ഉള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ അത്രയധികം നിങ്ങളെ വെറുക്കുന്നു. ഇനി നിങ്ങളുടെ ദുരിതം തുടങ്ങുകയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പ്രകാശനോട് കാർത്തിക. ഇതെല്ലാം കണ്ട് ചിരിക്കുന്ന കിരണും കല്യാണിയും ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ് ഞങ്ങളും കാത്തിരുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ കിരണിനും കല്യാണിക്കും ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് പ്രകാശനും അതുപോലെ തന്നെ വിക്രമിനും. ഇതോടെ അവർ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നു. പക്ഷേ തിരികെ വീട്ടിലേക്ക് എത്തുന്ന ലക്ഷ്മിയാകട്ടെ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മിയുടെ ശല്യം ഇനിയും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് പ്രകാശൻ. മാത്രവുമല്ല, എങ്ങനെയെങ്കിലും ലക്ഷ്മിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള കാര്യം വിക്രമിനോട് പ്രകാശൻ പറഞ്ഞിരിക്കുകയാണ്. അവളെ പോലെയുള്ള ഒരാളുടെ കൂടെ ഇനിയും തനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലക്ഷ്മിയാകട്ടെ പ്രകാശനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും, നിങ്ങളെ തകർത്ത് കളയാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശന് നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ്. ഇതേ സമയം തൻ്റെ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന രാഹുലിന് അപ്രതീക്ഷിതമായ തിരിച്ചടി സരയുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. തൻ്റെ ജീവിതം തകർക്കാനാണ് തൻ്റെ അച്ഛൻ ശ്രമിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സരയു. മാത്രവുമല്ല, ഇതേ തുടർന്ന് കയ്യിൽ കിട്ടിയ ആയുധം ഒളിപ്പിച്ചു വെച്ച് സരയു രാഹുലിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ മകളുടെ അടിയേറ്റ് ഞെട്ടിപ്പോയിരിക്കുകയാണ് രാഹുൽ. ഇതേ തുടർന്ന് എന്താണ് നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന രാഹുലിനോട് തൻ്റെ മനുവിനെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം നീയാണ് എന്നും അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അവനെതിരെ ഒരു നീക്കം പോലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി പോകരുത് എന്നുള്ള ഭീഷണിയും മുഴക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് സരയു. ഇതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് രാഹുൽ. കാര്യങ്ങൾ ഇനി താൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഇതോടെ രാഹുൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷേ പണവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ മനുവും തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുമില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്ന രാഹുൽ ഇതേ തുടർന്നാണ് ആ ചതി തിരിച്ചറിയുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.